അയ്യപ്പനെ മാത്രമല്ല വടക്കുംനാഥന്റെ ഭൂമിയും അടിച്ചു മാറ്റി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതെ, ശരിയാണോ? ശരിയാണ്. അയ്യപ്പന്റെ മാത്രമല്ല വടക്കുംനാഥന്റെ ഭൂമി അടിച്ചു മാറ്റി, മോഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കയ്യേറി, ഭൂമി കയ്യേറ്റമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതായത് തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്നത് വടക്കുംനാഥന്റെ ഭൂമിയാണ്. അത് മൊത്തം ഇരിക്കുന്നത് വടക്കുംനാഥ ദേവസ്വത്തിന്റെ വകയായിട്ടുള്ളതാണ്. ഉം. അവിടെയാണ് ഈ പറയുന്ന കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പല കെട്ടിടങ്ങളും ജ്വല്ലറികളും ഈ പറയുന്ന വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ ഭൂമി വലിയ തോതിൽ കയ്യേറിയതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം. എന്നാൽ ഇതിനെ പറ്റിയിട്ട് മുൻ DGP ആയിരുന്ന TP സെൻകുമാർ സാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ അടക്കമുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് പുറത്തേക്ക് വരുന്നത് ഈ അടുത്ത കാലത്താണ്, സമീപകാലത്താണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. പക്ഷേ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ പതിവ് പോലെ തന്നെ ഈ ജ്വല്ലറി ഉടമകളുടെയും വ്യാപാരികളുടെയും ഒക്കെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രശ്നം ഒതുക്കി തീർക്കുകയാണ്. അതിന് കാരണമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകർ എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേശാഭിമാനിയുടെയും വീക്ഷണത്തിൻ്റെയൊക്കെ ലേഖകരായിട്ടുള്ള 2 പേർ 1ഉം 2ഉം പ്രതികളായിട്ട് കേസ് നിലവിലുണ്ട് എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഈ കേസുള്ളതെന്ന്. ഇതിൻ്റെ സംഭവങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദേവസ്വം ഭൂമി പല രീതിയിൽ പലർക്കായിട്ട് കൈമാറ്റം ചെയ്തു നഗരസഭ. അങ്ങനെ നഗരസഭ കൈമാറ്റം ചെയ്യുകയും അവിടെ ഈ ആൾക്കാർ കെട്ടിടങ്ങൾ പണിയുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ നഗരസഭ കെട്ടിട നികുതിയും വാങ്ങിക്കൊണ്ടിരുന്നു, കെട്ടിടത്തിൻ്റെ പേരിലുള്ള നികുതിയും വാങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് തൃശ്ശൂർ പ്രസ് ക്ലബിന് വേണ്ടിയിട്ട് ഭൂമി നഗരസഭ അവിടെ കൊടുത്തു. അതായത് നഗരസഭയുടെ ഭൂമിയല്ല, ദേവസ്വത്തിൻ്റെ ഭൂമിയാണ് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഇരിക്കെ ദേവസ്വത്തിൻ്റെ ഭൂമി അനധികൃതമായിട്ട് നഗരസഭ എടുത്ത് മറ്റുള്ളവർക്ക്, കണ്ടവൻ്റെ പൊന്നെടുത്ത് ദാനം ചെയ്യുന്നു എന്ന് പറയൂലേ, അതേപോലെയാണ് ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ദേവസ്വത്തിൻ്റെ ഭൂമി എടുത്ത് ദാനം ചെയ്യുകയായിരുന്നു, ഇല്ലെങ്കിൽ സമ്മാനം കൊടുക്കുകയായിരുന്നു നഗരസഭ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിന് ഈ പറയുന്ന ഭൂമി കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ പ്രസ് ക്ലബ്ബ് കെട്ടിട ഓഫീസും ഒക്കെ പണിതു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ പ്രസ് ക്ലബ്ബിലെ ആൾക്കാർക്ക് തോന്നി അവിടെ ഒരു പട്ടയം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന്, പ്രസ് ക്ലബ് ഭാരവാഹികൾക്ക്. അപ്പോൾ പ്രസ് ക്ലബ് ഭാരവാഹികളായിട്ടുള്ള 2 പേര് നേരെ ചെന്ന് ഈ പറയുന്ന വടക്കുംനാഥൻ്റെ ഭൂമിയിൽ പട്ടയം ലഭിക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസറെ കണ്ട് അപേക്ഷ വെച്ച് രാഷ്ട്രീയ സമ്മർദ്ദം കൂടി, ഒരാൾ ദേശാഭിമാനിയിലും ഒരാൾ വീക്ഷണത്തിലുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വലിയ രീതിയിൽ സമ്മർദ്ദം കൂടി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ വില്ലേജ് ഓഫീസർ പട്ടയം കൊടുത്തു. പട്ടയം കിട്ടി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ജീവനക്കാരിൽ ആരൊക്കെയോ ഇത് ശ്രദ്ധയിൽപ്പെട്ടു, ഇത് പട്ടയം കൊടുക്കാൻ പറ്റുന്ന ഭൂമിയല്ല, ദേവസ്വത്തിൻ്റെ ആണ് എന്നുള്ളത്. അങ്ങനെ ആകെ ഗുലുമാലാവും, കേസാവുമെന്ന് മനസ്സിലായതോടുകൂടി കേസായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ, അതായത് വടക്കുംനാഥ ദേവസ്വത്തിൻ്റെ ആൾക്കാർ ഭാരവാഹികൾ ഇത് അറിയുകയും അവരെ കേസ് കൊടുക്കുകയും ചെയ്തു. കേസ് കൊടുത്തതോടുകൂടി തന്നെ പെടുമെന്ന് ഉറപ്പായ വില്ലേജ് ഓഫീസർ ഇത് പോയിട്ട് തിരുത്തി. ഈ പറയുന്ന പട്ടയം ഇത് റദ്ദ് ചെയ്തു. ഇതിനകത്ത് കള്ള രേഖകളാണ് തന്നത്, വ്യാജരേഖകൾ തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുപോയി ഈ വില്ലേജ് ഓഫീസർ പട്ടയം റദ്ദാക്കി കഴിഞ്ഞിട്ടിപ്പോൾ അന്വേഷണം നേരെ നടക്കില്ല. മാധ്യമപ്രവർത്തകരില്ല, അന്വേഷണം നേരെ നടക്കില്ല എന്ന് കണ്ടതോടുകൂടി തന്നെ ഈ ദേവസ്വം ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടി ഹൈക്കോടതി ഇത് ഡെപ്യൂട്ടി കളക്ടറിനെ ചുമതലപ്പെടുത്തി. അതായത് എന്താണ് നിജസ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡെപ്യൂട്ടി കളക്ടറോട് അന്വേഷിക്കാൻ പറഞ്ഞു. ഡെപ്യൂട്ടി കളക്ടർ അടിസ്ഥാന ഭൂനികുതി രജിസ്റ്റർ നോക്കിയപ്പോൾ അതിൽ ഭൂമി വടക്കുംനാഥ ദേവസ്വത്തിൻ്റെ ആണ്, വടക്കുംനാഥൻ്റെ ഭൂമിയാണ് എന്നുള്ളത് മനസ്സിലായി. ഒരിക്കലും നഗരസഭയുടെ അല്ലാത്ത ഭൂമിയാണ് നഗരസഭ എടുത്ത് ഈ പറയുന്ന ഇഷ്ടക്കാർക്ക് ദാനം ചെയ്തതെന്നുള്ളതാണ്. പക്ഷേ ഈ വാർത്ത ഒരു കാരണവശാലും വെളിയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യം. വടക്കുംനാഥൻ്റെ ഭൂമി എന്ന് പറയുന്നത് വടക്കുംനാഥന് സ്വന്തമായിട്ടുള്ളതാണ്. അത് അവിടുത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അത് സ്വകാര്യ വ്യക്തികൾക്ക് കയ്യേറാനുള്ളതല്ല. അവിടെ ജ്വല്ലറികൾ പണിഞ്ഞിട്ടുണ്ടെന്നും അവിടെ ഈ പറയുന്ന കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടുണ്ടെന്നും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നതായിട്ട് കൃത്യമായിട്ടുള്ള വിവരമുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പൊളിക്കാത്തത്? തീരസംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായിട്ട് മരടിലുണ്ടായിരുന്ന ഫ്ലാറ്റുകൾ പൊളിച്ചില്ലേ? അപ്പോൾ ഈ അനധികൃത കയ്യേറ്റം എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഭൂമി കയ്യേറിയവർക്കെതിരെ നടപടിയെടുക്കുകയും ആ കെട്ടിടങ്ങൾ പൊളിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ പറയുന്ന വ്യാപാരികളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ആശങ്കയിലാണ് എന്നാണ് അറിയപ്പെടുന്നത്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ കെട്ടിടങ്ങൾ ഇത്തരത്തിൽ പൊളിക്കുമോ എന്നൊരു പേടിയുണ്ട്.
എന്തായാലും കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ രൂപ വരുന്ന ഭൂമിയാണ് ഇത്തരത്തിൽ വടക്കുന്നാഥൻ്റെ ഭൂമി കയ്യേറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ സംഘടനകളും രാഷ്ട്രീയക്കാരും ഒന്നും മിണ്ടാത്തത്? മാധ്യമപ്രവർത്തകരാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കളികൾ കളിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഈ വ്യത്യസ്ത പാർട്ടി, ഒന്ന് ദേശാഭിമാനിയുടെ ആളാകുമ്പോൾ CPM ആയിരിക്കും, ഭരണപക്ഷമാണ്. മറ്റേ വീക്ഷണമാകുമ്പോഴത്തേക്കും പ്രതിപക്ഷമാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നിശ്ചിതമായ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രശ്നമുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ വാർത്തയും കൊടുക്കുന്നില്ല. ഒരു കൊടിയ അഴിമതി, വലിയ അന്യായം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാവുന്നത്. കോടതി ഇടപെട്ടിരിക്കുന്നു. ഈ രണ്ട് പാർട്ടികളെയും ഭയന്നിട്ട് പോലീസും നിയമ സംവിധാനവും അനങ്ങില്ല. അതെ, അപ്പോഴാണ് കോടതിയെ ശരണമുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് കോടതി ചോദിക്കുന്നത് നഗരസഭയുടെ അല്ലാത്ത ഭൂമി എങ്ങനെയാണ് നിങ്ങൾക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചപ്പോൾ സർക്കാർ അഭിഭാഷകന് മിണ്ടാട്ടമില്ല. അത്തരത്തിലാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത്. വലിയ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ വടക്കുന്നാഥൻ്റെ ഭൂമി തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള ഭൂനികുതി രജിസ്റ്ററൊക്കെ പരിശോധിച്ച് ഇത് എവിടെയൊക്കെയാണ് വടക്കുന്നാഥന് ഭൂമി ഉള്ളതെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശം വടക്കുന്നാഥനിലേക്ക് തിരികെ എത്തിക്കുകയും അവിടുത്തെ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ശബരിമല എന്ന് പറയുന്നതിനകത്ത് വലിയ അഴിമതി നമ്മൾ ആരും കണ്ടെത്താൻ കഴിയാത്തത്ര ആഴത്തിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ശബരിമലയിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. കാരണം 1, 2, 3 പേരല്ലല്ലോ അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ശബരിമലയിൽ അടിമുടി അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അവിടുത്തെ പൂജകളിലടക്കം അഴിമതി നടന്നു എന്നുള്ളത് നമ്മൾ അടക്കമുള്ളവർ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ക്രമക്കേടുകളുടെ അങ്ങേയറ്റമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തു, മധു മണിമല വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന താഴികക്കുടങ്ങളും അടിച്ചുകൊണ്ട് പോയോ എന്ന് സംശയമുണ്ട് എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ അവിടെ സ്വർണം ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് വിറ്റിട്ടുണ്ടോ എന്നുള്ള ഒരു ഭയം ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ വലിയ ക്രമക്കേട്, വലിയ അഴിമതിയൊക്കെയാണ് ഓരോ സ്ഥലത്തും സർക്കാരിൻ്റെ ഹിന്ദുവിൻ്റെ ഭൂമിക്ക് നേരെ നടക്കുന്നത്. വടക്കുന്നാഥൻ്റെ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദു സമൂഹത്തിൻ്റെ ആണല്ലോ. അത് കയ്യേറി വെച്ചിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് പല വിവിധ സമുദായത്തിൽപ്പെട്ടവരും ഉണ്ടാകും. ആരായാലും ശരി തന്നെ, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി തന്നെ, ആ ഭൂമി തിരിച്ചു പിടിച്ച് വടക്കുന്നാഥൻ്റെതാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പറയുന്ന പ്രസ് ക്ലബ്ബ് പോലെ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിൽ കയ്യേറ്റത്തിനും അനധികൃതമായിട്ടുള്ള വ്യാജരേഖ ഉണ്ടാക്കലിനും ഈ പറയുന്ന അനധികൃതമായി പട്ടയം ലഭിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് തന്നെ വലിയ പ്രശ്നം. അവർ പക്ഷേ ഒരു കണക്കിന് നന്നായി, അവരത് ശ്രമിച്ചത് കൊണ്ടാണ്, ഈ പട്ടയം അനധികൃതമായിട്ട് ലഭിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വെളിയിൽ വന്നിട്ടുള്ളത് എന്നാണ്. എന്തായാലും ഗുരുതരമായിട്ടുള്ള പ്രശ്നം നടന്നിരിക്കുന്നു. അവിടെ ഈ പറയുന്ന വില്ലേജ് ഓഫീസർ എന്തിനു വേണ്ടിയിട്ട് പട്ടയം നൽകി, എന്തെങ്കിലും കിട്ടിയിട്ടാണോ പട്ടയം നൽകിയത് എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന്. എന്തായാലും കോടതിയിൽ കേസ് ഇരിപ്പുണ്ട്. കേസ് കൃത്യമായിട്ട് കോടതി നോക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ആ കയ്യേറ്റം എല്ലാം ഒഴിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെതിരെ ശബ്ദിക്കേണ്ടതുണ്ട്, പ്രതികരിക്കേണ്ടതുണ്ട്. പൊതുജനം കൂടി ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. ഈ ഭഗവാന്റെ ഭൂമി, ദേവസ്വത്തിൻ്റെയൊക്കെ ഭൂമിയൊക്കെ തിരിച്ചു കിട്ടുകയുള്ളൂ. ഇല്ലാത്തടത്തോളം കാലം ഇത് വലിയ നഷ്ടമുണ്ടാക്കും. ഇങ്ങനെ ആൾക്കാർ കയ്യേറി അവർക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ഭൂമികൾ, ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ ഇതെല്ലാം തന്നെ നിലനിർത്താനായിട്ട് അവിടെയുള്ളവർ ശ്രമിക്കണം. അവിടുത്തെ MP-യും MLA ഒക്കെ ഇതിനകത്ത് അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ ഭൂമി തിരിച്ചു പിടിച്ച് അതിൻ്റെ ഭഗവാന്റെ സ്വത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്ത് ഗതികേടാണ് കേരളത്തിലൊന്നും ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ സ്വത്ത് എവിടെയുണ്ടോ അതെല്ലാം കയ്യേറുകയും അതിൽ നിന്ന് ഈ പറയുന്ന ഭഗവാന്റെ സ്വത്തിൽ നിന്ന് ജീവിക്കുക, അതുകൊണ്ട് ജീവിക്കാമെന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്ന അധമ ചിന്താഗതിയുള്ളവരുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ മനസ്സിലാവുകയാണ്. എല്ലാത്തിനും അവസാനം കോടതി കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ എന്ന് പറയുന്ന ഒരു ഗതികേടിലാണ് ഇപ്പോൾ കേരള സമൂഹമുള്ളത്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹമുള്ളത്. ഒരു അരക്ഷിതാവസ്ഥയിൽ കൂടിയാണ് ഹിന്ദു സമൂഹം കടന്നു പോകുന്നത് എന്നതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനകത്തേക്ക് പ്രവേശിക്കും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ബെൽ ഐക്കൺ അമർത്തിയാൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. വീഡിയോകളിൽ ലൈക്ക് ചെയ്യുക. വീഡിയോകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യുക. മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.